ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ കിച്ചണിലേക്ക് സ്വാഗതം. പിന്നെ നമുക്ക് ഉള്ളി കൊണ്ടൊരു കറി തയ്യാറാക്കാം. ഞങ്ങളൊക്കെ ഉള്ളിപ്പുളി എന്നാണ് പറയുന്നത്, ഓരോ സ്ഥലത്തും ഓരോ പേര് പറയും. അപ്പം ഞാനൊരു 10-15 ചെറിയ ഉള്ളി ഇങ്ങനെ നീളത്തിൽ കയറി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ചെറിയ ഉള്ളി കിട്ടാറില്ല. അപ്പം എൻ്റെ മോൾ ഇൻഡോറിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഒരു 10-15 എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരു ചെറിയ സവാള അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 7-8 വെളുത്തുള്ളി, പിന്നെ ഒരു 5-6 പച്ചമുളക്, പിന്നെ പുളി. ഉള്ളിപ്പുളി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഉള്ളിയും പുളിയും. അപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഈ കറിക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഈ ചീനിച്ചട്ടി ആയതുകൊണ്ട് എണ്ണ ചൂടാകാൻ പാടാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കടുക് ഇടുവാണ്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കറിവേപ്പില നമ്മുടെ നാട്ടിലെ പോലെ വാങ്ങിക്കാൻ കിട്ടൂല. നമ്മൾ ഏതെങ്കിലും വീടുകളിൽ നിന്ന് പറിക്കണം. അപ്പം തൽക്കാലം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല. കറിവേപ്പില കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കാണുള്ളൂ. പക്ഷെ ഇപ്പം കറിവേപ്പിലയുടെ ഒരു നിവൃത്തിയില്ല. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ ഉള്ളി ഇടുവാണ്. ചെറിയ ഉള്ളി മാത്രം ഇടുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. പക്ഷേ ഇപ്പോൾ ഉള്ളി എൻ്റെ കുറവായതുകൊണ്ട് ഞാൻ ഒരു ചെറിയ സവാള അവിടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ വെളുത്തുള്ളി ചേർക്കുവാണ്. പച്ചമുളകും ചേർക്കും. നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ചു. ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു പിഞ്ച് ഉലുവാപ്പൊടി, കുറച്ച് കായപ്പൊടി,
ഇനി നമുക്ക് ഒരു ചെറിയ ഉരുള പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊഴിക്കുകയാണ്. ഇനി നമുക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുറുകി വറ്റി വരട്ടെ. നന്നായി അടച്ചു വെച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഉപ്പ് ശകലം കുറവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഞാൻ അടച്ചു വെച്ച് കൊടുക്കണം. നമ്മുടെ കറി നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ കുറുകിയിരിക്കും. ഒരുപാട് ഗ്രേവി ഒന്നും കാണൂല. പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതിയാവും. ആവശ്യത്തിന് പുളി എല്ലാം ഉണ്ട്. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്ന ഒരു കറിയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത ആഴ്ച ഞാൻ നല്ലൊരു ഡിഷായിട്ട് വരുന്നതായിരിക്കും.